കൊടുത്തോ കഴിഞ്ഞാഴ്ച ഇങ്ങനത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ക്ലാസ് കഴിഞ്ഞു. പിന്നെ മാലറബ അല്ലേ, മാലറബ കഴിഞ്ഞു. ലായലിബു കഴിഞ്ഞു. പിന്നെ നുരിബ കഴിഞ്ഞു. യുഗറബ് കഴിഞ്ഞു. മാധുരിബ കഴിഞ്ഞു അല്ലേ, മാധുരിബ കഴിഞ്ഞു. ലായുദറബ് കഴിഞ്ഞു. ഇതൊക്കെ ചെല്ലാൻ പറ്റണം എന്നുള്ളതാണ് ലായുദറബ്. ഇതിൻ്റെയൊക്കെ വ്യത്യസ്ത സീകകളും വ്യത്യസ്ത ഭാഗങ്ങളും കഴിയുന്നുണ്ട്. രീതിയാണ് ചെല്ലാൻ പറ്റുമോ? അതായത് ഇപ്പൊ ദറബ അവസാനം വരെ ചെല്ലില്ലേ, ദറബ അതിന്റെ സീകൾ ഓർമ്മ ഉണ്ടാവും. എന്നിട്ട് അതിന്റെ മംഫി ഇത് മുസ്ബത്താണ്. അത് ഇസ്ബാത്ത് എന്നാണ് പറയാം. നെഫി ഫീൽ മാതിരി കിടക്കുന്നുണ്ട് മായാവുമ്പോ. എന്നിട്ട് പിന്നെ ഇത് മാറൂഫ് അല്ല, ഇത് മജ്ഹൂലാണ്. ദുരിബയായി ദുരിബ അങ്ങനെ ചെല്ലും. ഇത് അപ്പോ സിയത്ത് വാദം ഫീൽ മാതി മജ്ഹൂൽ എന്ന പേര് തറവുക. അപ്പൊ ഇവിടെയാണ് സിയത്ത് വാദം നെഫി ഫീൽ മാതി മജ്ഹൂൽ എന്ന പേര് തറവുക. ഇവിടെ മാതി മാറൂഫാണിത്, ആളെ അറിയപ്പെട്ടു. ഇവിടെ അറിയപ്പെട്ടിട്ടില്ല മാതി മജ്ഹൂല്. ഇവിടെ മുസ്ബത്താണ്, ഇത് നെഫിയാണ്. ഇത് മുസ്ബത്താണ്, ഇത് നെഫിയാണ്. ഇതൊക്കെ ഇത് മാലിയാണ് ഇപ്പൊ മുകളിലൂടെ വന്ന മുഴുവനും. ശരിയല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് അടിയിലുള്ള മുഴുവനും മുതാരിയാണ്. മുതാരിയിൽ വരുമ്പോ ഇത് മുസ്ബത്ത്, ഇത് നഫി. ഇത് മുസ്ബത്ത്, ഇത് നഫി. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? ഇത് മാറൂഫ്, ഇത് മാറൂഫ്. ഇത് മജ്ഹൂല്, ഇത് മജ്ഹൂല്. ഇത് മാറൂഫ്, ഇത് മാറൂഫ്. ഇത് മജ്ഹൂല്, ഇത് മജ്ഹൂല്. സംഭവം ശരിയായില്ലേ? വ്യത്യാസം ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മഅറൂഫ്, ഇത് മഅറൂഫ്, ഇത് മജ്ഹൂല്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ലറബ എന്നുള്ളതിന്റെ മജ്ഹൂൽ എന്താന്ന് ചോദിച്ചാൽ ദുരിബ എന്ന് പറയും. ലറബ എന്നുള്ളതിന്റെ നെഫി എന്താന്ന് ചോദിച്ചാൽ മാലറബ എന്ന് പറയും. ദുരിബ എന്നുള്ളതിന്റെ നെഫി എന്താ വെച്ചാൽ മാതുരിബ എന്ന് പറയും. യദ്രിബുവിന്റെ നെഫി എന്താ വെച്ചാൽ ലായദ്രിബു എന്ന് പറയും. യദ്രിബുവിന്റെ മജ്ഹൂൽ എന്താ വെച്ചാൽ യുദറബു എന്ന് പറയും. യുദറബുവിന്റെ നെഫി എന്താ വെച്ചാൽ ലായുദറബു എന്ന് പറയും. ശരിയല്ലേ? അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ചെല്ലണം. അപ്പൊ നമ്മളിപ്പോ 2, 4, 6, 8, 1 14 അല്ലേ? 1 14 പോയോ? ആ ശരിയാ. ഇത് ഞങ്ങള് ലോകത്ത് പഠിക്കണേ. ഇത് ഞങ്ങൾ ആളുകൾ എന്താ പറയില്ല, എത്താർച്ച് വൈകിക്കണ വണ്ടി. പ്രശ്നം എന്തൊക്കെ? അപ്പൊ നമ്മള് പിന്നെ 2, 4, 6, 8 ഈ 8 ഓരോന്നില് 14 വെച്ച് കൂട്ടിയാല് എത്രയായി? ലറബക്ക് 14 അല്ലേ? 8 14 104. ഓക്കെ. അപ്പൊ 104 വേർഡ് നമ്മൾ ഇത് ഓരോന്നും പഠിച്ചതുകൊണ്ട് നമ്മളെ കയ്യിൽ വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇവിടെ ലറബ നമ്മൾ ചെല്ലും, കാണായല്ലും. അപ്പൊ നമ്മളൊരാൾ ചോദിക്കാറ് ലറബന്റെ ജമ്മു മോഹന്റെ സ്വായിബ് എന്താന്ന് വെച്ചാൽ നമ്മളെന്താ പറയാ? ലറബന്റെ ജമ്മു മോഹന്റെ സ്വായിബ്. അവർ കുറെ സ്ത്രീകൾ അടിച്ചു. ലറബിന എന്നാണോ? ലറബിനാണോ? അവിടെ വരെ കമ്മിറ്റി ഉണ്ട്. അപ്പൊ നമ്മള് ജനറൽ സെക്രട്ടറി ആണെങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ടാണല്ലോ കമ്മിറ്റി. പുതിയ സ്റ്റുഡന്റ്
വിദ്യാർത്ഥികളെ കുറച്ച് കൂടുതൽ അഡ്മിഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ സംഗതി ഇതിന്റെ ലറബന്റെ ശ്രദ്ധിക്കട്ടോ സാബിറെ. ലറബന്റെ ജമ്മു മുഹന്നസ് വായ്പ എന്താന്ന് ചോദിച്ചപ്പോ ലറബിന പറഞ്ഞു. റബിനാണോ ലറബിന ആണോ? ലറബിന എന്നാണെങ്കിൽ എന്തായിരിക്കും? മുത്തകല്ലിമായിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ ഇതിൽ നിന്ന് അടി പിടിച്ച് ഓരോന്ന് ചോദിക്കുകയാണ്. അപ്പോ ഇതിന്റെ ജമ്മ് വഹദാൻ മുത്തകല്ലിം, ലറബന്റെ വഹദാ മുത്തകല്ലിം എന്താ? ലറബത്തു. ജമ്മു മുദക്കർ ഹാദിർ, ലറബന്റെ ജമ്മു മുദക്കർ ഹാദിർ ലറബ്. ജമ്മു മുദക്കർ ഹാദിർ ലറബു എന്നാണ്. ലറബ് ആരാ ലറബത്തും എന്ന് പറഞ്ഞ ഉറപ്പാണോ? സാബിറിന് ഉറപ്പാണോ? ഉറപ്പല്ലേ? എല്ലാവർക്കും അറിയണ്ടേ? ലറബത്തും തന്നെയല്ലേ? ഉറപ്പല്ലേ? അപ്പൊ നമ്മളെന്താ ചെയ്യാ പറയാ? ജമ്മു മുദക്കർ ഹാദിറാണ്. അപ്പൊ ചെയ്യാന്ന് പറയാം ഉറപ്പാണോ? അന്തും. അപ്പൊ അല്ല സംഗതി എന്താ വെച്ചാല് ഈ കെണുപ്പുകള് ഇതുവരെയുള്ള ഈ കെണുപ്പുകൾ ഉണ്ടല്ലോ, ഇത് മർമ്മാണ്. ഊര, മുട്ട്, പെരടി, ഇങ്ങനെയാണ് സംഭവം. ഇതിപ്പോ സംഗതികൾക്ക് ഇത് കാണാൻ പഠിക്കുന്നത് പെട്ടെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആവാത്തതാണ്. പക്ഷെ പെട്ടെന്ന് ചോദിച്ചെങ്കിൽ അത് ആവുള്ളൂ. ഇത് നമ്മള് കുട്ടികളെ കഴുത്തിറക്കാൻ വേണ്ടി കണ്ടാല്. അപ്പൊ ലറബമ്മ നമ്മൾ എന്ത് പണി ചെയ്യും? ചെല്ലല് സ്പീഡ് ചെയ്യും അല്ലെ? ലറബ ചെല്ലൂലേ? അതിന് ബദൽ വേറൊരു വേർഡ് ഫത്തായില്ലോക്കി ഒരൊറ്റ ശ്വാസത്തിനും പോരൂലേ? എല്ലാരും ചെല്ലൂലേ? വേറെ നമ്മളെ ഗതികളുള്ള വേർഡ് പറഞ്ഞു. ഇതായിരുന്നു ആ ചെല്ലി പോയി. ഒരു ശ്വാസത്തിനായോ? അപ്പൊ നമ്മൾ വെച്ചാൽ ഈ പദങ്ങളെ നമ്മൾ ശരിക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്യണം. അതങ്ങനെയായി. അപ്പൊ ലറബന്റേത് മുസ്ബത്തിന്റെ ആണ്. നമ്മളിപ്പോ വെച്ചാല് ലമ്മക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ കടന്നപ്പോ ആ കടന്നതിന്റെ ഒരു പരിക്ക് ഉണ്ടാകുക എന്താ പറയുക? ഇതാണ് മറന്നുപോവുക ചെയ്യാം. അപ്പൊ ഇതൊന്നും കൂടി നമ്മൾ തറയാക്കണം കേട്ടോ. പിന്നെ മാലറബന്റെ സി എന്താണ്? മാലറബന്റെ സി ഇത് രണ്ടെണ്ണത്തിൽ മുസ്ബത്ത് ഏതാ? ഇത് രണ്ടെണ്ണത്തിൽ നെഫിയോ മാലറബിന്റെ സി എന്താ? മാലറബിന ഇത് മഅറൂഫാണോ മജ്ഹൂലാണോ? അത് സി ചെയ്ത് വിട്ടുപോയിട്ടുണ്ട്. മഅറൂഫ് തന്നെയല്ലേ? ഒന്നുകൂടി പറഞ്ഞോട്ടെ. ലറബിന്റെ സിയാ അപ്പോ അങ്ങനെ അല്ലേ? അല്ലേ? അപ്പൊ അങ്ങനെ ഇതിലും നമ്മളങ്ങനെ എല്ലാ സിയന്റെ എല്ലാ ഭാഗം വന്നോളും അല്ലെ? അന്വേഷണം ഒക്കെ അല്ലേ? പിന്നെ അത് കഴിഞ്ഞിപ്പോ ഇവിടെ മാദി മഅറൂഫ് മുസ്ബത്ത്, മാദി മഅറൂഫ് നഫി അല്ലേ? സി നമ്മൾ ഇങ്ങനെ ചെല്ലും. സിയത്ത് വാദ മുദക്കർ വായി ബസ്ബത്ത് ഫിൽ മാദി മഅറൂഫ് ദമീർ ദറൂഹ, ബാക്കി ഒക്കെ നമ്മളങ്ങനെ ചെല്ലും. പിന്നെ ഇതോടെ നമ്മൾ ഇസ്ബാത്ത് ഉള്ളിടത്ത് ഇവിടെ നഫീന്ന് മാത്രമേ മാറ്റേണ്ടേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെന്താണ് മുദാരിക്ക് കടന്നു അല്ലേ? മുദാരിക്ക് കടന്നാല് ലറബന്റെ അവിടെ ലറബനെ മുദാരിയാക്കാൻ എന്താ ചെയ്യേണ്ടത്? അല്ല വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അലിഫ് യാ താ നൂന്. ഓക്കെ.
അപ്പൊ അലിഫിനുള്ള ഒരു മുതാരി പറഞ്ഞാണി. അലിഫിനുള്ള ഒരു മുതാരി. അലിഫ് തുടക്കത്തില് ലറബയില് അലിഫ് യദ്രിബൂല് അലിഫ് കൊണ്ട് തുടങ്ങണേ. അദ്രിബു അല്ലേ? ഓക്കെ അല്ലേ? അദ്രിബു അഫ്അലു അങ്ങനെ പോകും. പിന്നെ യാ കൊണ്ട് തുടങ്ങണ മുതാരി ലറബയില് അവിടെ തന്നെ അല്ലേ? ഈ താവ് കൊണ്ട് തുടങ്ങണോ? ലറബിയില് തദ്രിബു അല്ലേ? തദ്രിബു ഓക്കെ അല്ലേ? ഇനി നൂനുള്ളതോ? നഫ്അലു ലറബിയില് നദ്രിബു അല്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യദ്രിബു ഇങ്ങോട്ട് ചെല്ലിയിട്ട് ഇത് നാലോട് വരണം അല്ലേ? ചെല്ലിക്കോളി. യദ്രിബു ആ നൂന് മറ്റേ ലമ്മ് പറഞ്ഞ പരിക്കാണ്. ഞാൻ പറഞ്ഞേ ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞേ ലമ്മ് നമ്മളിതിൽ കത്തിയപ്പോ ഇവിടെ പരിക്ക് പറ്റി. അത് എനിക്ക് ശരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. നൂന് പോയി അപ്പൊ ഞാൻ ലമ്മിക്ക് തൊടാതിരിക്കാൻ കാരണം അലിഫും സംഭവം വെച്ചാല് ഇപ്പൊ നമ്മള് യദ്രിബു മുളാരിയാണ്. അതായത് മാദിനെ ഭാവികാലത്തിന്റെ പേരിലേക്കോ വർത്തമാനകാലത്തിലേക്കോ മാറ്റുകയാണ് ലറബനെ. അപ്പൊ നമ്മൾ അതിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്താൽ മതി? ഒരു യാ കൊടുത്താൽ മതി. ആരാകുമ്പോ അവനൊരു പുരുഷൻ അല്ലെങ്കിൽ അവനൊരു പുരുഷനോ അല്ലെങ്കിൽ അവർ രണ്ട് പുരുഷന്മാരോ അവർ കുറെ പുരുഷന്മാരോ വല്ലതും ചെയ്തു എന്ന് പറയാൻ യാ കൊടുത്താൽ മതി. അവനൊരു പുരുഷൻ അടിക്കും അല്ലെങ്കിൽ അവർ രണ്ട് പുരുഷന്മാരടിക്കും അല്ലെങ്കിൽ അവർ കുറെ പുരുഷന്മാരടിക്കും, അതിന് യാ കൊടുത്താൽ മതി. അവൾ ഒരു സ്ത്രീ അടിക്കും അല്ലെങ്കിൽ അവർ രണ്ട് സ്ത്രീകൾ അടിക്കും എന്ന് പറയുകയാണെങ്കിലോ താ കൊടുക്കണം തുടക്കത്തിൽ. അപ്പൊ തദ്രിബു പിന്നെ തദ്രിബാനി. അവർ കുറെ സ്ത്രീകൾ ആകുമ്പോൾ അവിടെ യാ തന്നെ വരിക യദ്രിബിന മനസ്സിലല്ലേ? പിന്നെ നീ ഒരു പുരുഷൻ അടിക്കുന്നു പറഞ്ഞിടത്ത് മുതാരിയിൽ താ കൊടുക്കും തദ്രിബു. നിങ്ങൾ രണ്ടാളും പറയുമ്പോൾ തദ്രിബാനി. നിങ്ങൾ കുറെ ആൾ പറയുമ്പോൾ തദ്രിബൂല. നീ ഒരു സ്ത്രീ അടിക്കുന്നു പറഞ്ഞിടത്ത് തദ്രിബീന, അവിടെയും താ കൊടുത്തു. നിങ്ങൾ രണ്ട് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ തദ്രിബാനി, അവിടെയും താ കൊടുത്തു. നിങ്ങൾ കുറെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ തദ്രിബിന. പിന്നെ അപ്പൊ അവിടെ എന്തായി? യാവും താവ് കിട്ടിയില്ല. അപ്പൊ നമ്മള് മുതാരി ആവുമ്പോ യാ ഓ താ ഓയി വന്നു. ഇനി ഞാൻ അടിക്കുന്നു പറയുമ്പോ അദ്രിബു, അപ്പൊ അലിഫും വന്നു. നമ്മൾ അടിക്കുന്ന അറിയുമ്പോ അവനവനും വന്നു. അപ്പൊ അലിഫോ താവോ യാവനോനോ കൊടുത്താൽ മതി. അപ്പൊ മുതാരിയാവും. അതെ അതെ ചെയ്താണ്. പക്ഷെ എന്താ വെച്ചാല് ഇവിടെ ഒരു പ്രശ്നമല്ല, ഇവിടെ എല്ലാവർക്കും റെഡി ആയിക്കണ്. പിന്നെ ഇതില് പ്രശ്നം എവിടെ വരുന്നറിയോ? നമ്മൾ ആ ലമ്മ് ഇട്ടിട്ട് നൂല് കളയുന്നുണ്ടല്ലോ. ആ ലമ്മ് ഇട്ട് നൂല് കളഞ്ഞപ്പോ ഇത് ശരിക്കും തറായിട്ടില്ലെങ്കിൽ ഇത് ചെല്ലുമ്പോ ആ നൂല് പോകും. അപ്പോൾ സ്മൈലത് പോയി. അപ്പൊ അത് ഓക്കെ ആവണം. അത് ശരിയാണല്ലോ. യദ്രിബു യദ്രിബാനി യദ്രിബൂന തദ്രിബു തദ്രിബാനി തദ്രിബുന അല്ലേ? അങ്ങനെ പോകും. പിന്നെ മാദറബന്റെ ചെല്ല ഇങ്ങനെയല്ല. മാദറബ മാദറബ ഈ പിന്നെ വഹദാൻ മുഅന്നസ് ഗായിബ് ഉണ്ടല്ലോ അല്ലേ? അത് മാദറബന്റെ വഹദാൻ മുഅന്നസ് ഗായിബ് എങ്ങനെയാ പറയാ നമ്മള്? ഗായിബ് മാദറബന്റെ ഉണ്ടോ? ലറബന്റെ മാദറബന്റെ വഹദാൻ മുഅന്നസ് ഗായിബ്. ഇത് വഹദാൻ മുദക്കർ ഗായിബാണ് മാദറബ. അവിടെ ഞാൻ പറഞ്ഞത് അവിടെയാണ് മിസ്റ്റേക്ക് പറ്റുക. മാലറബ്ത ആ ലെവലാണ് എല്ലാരും അബദ്ധം വരിക. ആ ബാലിന് സുഖം ചെയ്യും. അവിടെ സുഖം ചെയ്യരുത്. മാലറബത്ത് അവിടെ അത് ആ പ്രശ്നം വരും. മറ്റൊക്കെ ചെല്ലുക നമ്മളെല്ലാരും തുടക്കത്തിന് എല്ലാവരും പ്രശ്നമില്ല. മാതൃ ചെല്ലി പോകും. പക്ഷെ വഹദാൻ മുഅന്നസ് ഗായിബ് എന്താന്ന് ചോദിച്ചാൽ
അപ്പൊ ഇതെന്താ ഇത് ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു വരും. അപ്പൊ അത് ശ്രദ്ധിക്കുക. മാതറബ മാതറബ മാതറബു മാതറബത്ത് മാതറബത്ത മാതറബിനെ മാതറബ്ത മാതറബ്തുമ മാതറബ്തു മാതറബ്തി മാതറബ്തുമ മാതറബ്തുന മാതറബ്തു മാതറബിനെ. അപ്പൊ അവിടെ ആ വഹദ മുഅന്നസ് വായുവിന്റെ അവിടെ മാതറബ്താന്ന് വരും നമ്മൾ ചെല്ലുമ്പോ. അപ്പൊ അത് അപ്പൊ ബായിന് ഫത്ത തന്നെ ആവണം. അതങ്ങനെ കേട് തീർന്നിട്ടപ്പോ ചെല്ലിക്കും ശരിയായിട്ടുണ്ടാവും. പിന്നെ ലായതൊരിബു അല്ലെ, യതൊരിബുവിന് നമ്മളിങ്ങനെ ചെല്ലും. ഓക്കെ അല്ലേ? യദരിബുവിന്റെ വഹദാൻ മുത്തകല്ലിം എന്തായിരിക്കും? യജ്ലിസുവിന്റെ ആണെങ്കിലോ അജ്ലിസു. പിന്നെ യഫ്തഹുവിന്റെ ആണെങ്കിൽ അഫ്തഹു അല്ലേ? മാഷാഅല്ലാഹ്. അഫ്തിഹു പറയാത്ത എന്താ? റെഡി. അപ്പൊ ഓക്കെയാണ്. അപ്പോ എതിരിബു എതിരിബാന് എതിരിബു ചെല്ലും. ലാ എതിരിബുവിന്റെ അവിടെ ഓക്കെ ചെല്ലൂല്ലേ? ശരിയൊക്കെയാണ്. എളുപ്പം നല്ലതല്ലേ? നമ്മൾ ഇതിന്റെ സീഗട് പറഞ്ഞാൽ മതി. സിയത്ത് വഹദാൻ മുദക്കർ വായിബ് അസ് നഫി ഫീൽ മുദാരി മാറൂഫ് ദമീർ ദറവ് ഹുവ. അങ്ങനെ അങ്ങോട്ട് ചെല്ലിപ്പോയാ ഞാനൊരു അറിവിനോട് ഇതിന്റെ സിയാന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഒന്നും ചെല്ലിക്കുന്നത് അറിയാതെ അല്ലെ സംഭവം തരോ. നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുസ്തകങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ അപ്പൊ ഏതായാലും ചെല്ലുമ്പോ മിസ്റ്റേക്ക് വരാതിരിക്കാൻ റിപ്പീറ്റിംഗ് കൂടുതൽ ചെയ്യണം. ആ അർത്ഥം അറിഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണം. ലാദരിബു ലാദരിബാനി ലാദരിബൂന ലാതലുരിബു അവിടെ ഒക്കെ എന്താ വെച്ചാൽ സിയത്ത് വാദ മുഅന്നസ് മുദക്കർ വായിബ് അസ്ബാത്ത് ഫീൽ മാദി ആണോ? 16 ഇങ്ങനെ കണ്ണിനുള്ളിൽ അവിടെ അത് നബി അല്ലേ? ഇവിടെ ഇസ്ബാത്തിന്റെ അവിടുത്തെ നബി മാറ്റി നിർത്തണം. ചെല്ലിന് വേണ്ടി അല്ല. ഇതെന്താ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴും ഇതിപ്പോ ശരിക്കും വെറും ഈ ഒരു 8 എണ്ണത്തിന്റെ മാത്രമേ പ്രശ്നമുള്ളൂ. ഈ 8 എണ്ണം വന്നാണ്ട് വണ്ടി കണ്ട് റെഡി ആയാൽ പോയാല് പിന്നെ എല്ലാം ഫത്തഹായി. ഇതിപ്പോ എനിക്കൊരു ഭയം തോന്നിയത് എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാനിപ്പോ ലെമ്മ പഠിപ്പിച്ചു കൊടുത്തപ്പോ അങ്ങനെയൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ, ഇനി ലെമ്മ ഇല്ലാതെ പോകുമെന്ന് ആലോചിച്ചു. ഇല്ല പ്രശ്നമില്ല. അപ്പൊ അപ്പൊ നമ്മള് നോക്കിക്കളയാം. അപ്പൊ ലായദരിബുവിന്റെ സിഗ പറയാൻ നമുക്ക് കേട്ടോ. ലായദരിബു പറഞ്ഞാൽ അവനൊരു പുരുഷൻ അടിക്കൂല അല്ലെങ്കിൽ അടിക്കുന്നില്ല എന്നല്ലേ? അടിക്കൂല എന്നാണ് പറയുന്നത്. അപ്പൊ ലായദരിബുവിന്റെ സിഗ എന്തായിരിക്കും? സിഗത്ത് വഹദാൻ മുദക്കർ വായിബ് അസ് നഫി ഫീൽ മുദാരി മഅറൂഫ് ദമീർ ദറവ് ഹുവ. ലായദരിബു ലായദരിബാനി അല്ലേ? അപ്പൊ എന്താണ് സിഗത്ത്? വായിബ് അസ് നഫി ഫീൽ മുദാരി മഅറൂഫ് ദമീർ ദറവ് ഹുമ. പിന്നെ ലായദരിബൂന സിഗത്ത് നഫി ഫീൽ മുദാരി മഅറൂഫ് ദമീർ ദറവ് ഹും. അതെ. ഇനി ലായദരിബു ലായദരിബാൻ ലായദരിബൂന. പിന്നെന്താ? തദരിബു. അപ്പൊ ഓക്കെ. സിഗത്ത് വഹദാൻ നഫി ഫീൽ മുദാരി മഅറൂഫ് ദമീർ ദറവ് അല്ല ഹിയല്ലേ? ഈ അവളൊരു സ്ത്രീ. അപ്പൊ പിന്നെ ലാത്തദരിബ് ലാത്തദരിബാനി അല്ലേ? അവർ 2 സ്ത്രീകളല്ലേ? അപ്പൊ സിയത്ത് തസ്നിയ സിയത്ത് തസ്നിയ മുഅന്നസ് വായിബ് അസ് നഫി ഫീൽ മുദാരി ഹുമ. പിന്നെ പിന്നെന്താ ജമ്മുവിന്റെ സ്വായിപ്പ് എന്താ? നൂനിന് നീട്ടാനുണ്ടോ? നൂന് നീട്ടാനുണ്ടോ? ഇല്ല. ലായദരിബില. അതിന്റെ സി എന്താ നമ്മള് പറയാ? ജമ്മുഅന്നസ് ദമീർ ദറവ്. ദമീർ ദറവ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം?
ഇതിലുള്ള തമീർ അല്ലെ, ഇതിലുള്ള തമീർ എന്താണ് ഗുന്നയാണ്. ഓക്കെ അല്ലേ? പിന്നെ അത് കഴിഞ്ഞു. അപ്പൊ പിന്നെ ലാദരിബ് ലാദരിബാൻ ലാദരിബൂന ലാത്തരിബ് ലാത്തരിബാന് ലാദരിബിന അവിടെ എത്തിപ്പോ നമ്മള് സിയ പറഞ്ഞില്ലേ. ഇനിയുള്ള സിയ എന്തിന്റെ സിയാണ്? ആദിറിന്റെ. ആദിർ തസ്നിയ വഹദാന ഗുണ ആണ പറഞ്ഞ ഏതാ? ഹാദർ. ഓക്കെ, വഹദ മുദക്കറു ഹാദർ അല്ലേ നഫീലെ. അതേതാണ് പറഞ്ഞോളി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ലാത്തദിരിബു അല്ലേ. ഇനി ലാത്തദിരിബാനിയാണ്. അതിന്റെ സി എന്താണ്? അതിന്റെ അർത്ഥം എന്താ മലയാളത്തിന്? തദ്രിബു എന്ന് പറഞ്ഞാല് നിങ്ങൾ രണ്ടു പുരുഷന്മാർ അടിക്കൂല തന്നെ അർത്ഥമുള്ളൂ. വേറെ ഒരു അർത്ഥവും നമ്മൾ പറയാൻ പാടില്ല കേട്ടോ. ഇനി അതിന്റെ സി വി പറഞ്ഞോളി. ഇനി എന്താണ് ഇങ്ങനത്തെ വേടെന്താണ്? അപ്പൊ ലാത്തദിരിബാനി അല്ലേ. അതിന്റെ അർത്ഥം എന്താ? ലാത്തദിരിബൂനന്റെ അർത്ഥം നമ്മളീ സിയ ജലിനീന്റെ സിയതൊക്കെ അർത്ഥം അറിയാലോ നിങ്ങൾക്കൊക്കെ അല്ലെ? അർത്ഥം ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. പിന്നത്തെ വേർഡ് എന്താണ്? നിങ്ങൾ കുറെ പുരുഷന്മാരും അടിക്കൂല. ഇനി ഏതാണ് നമുക്ക് എല്ലാവരുടെ വേർഡ്? നീ അടിക്കൂല. അതിന്റെ അതെന്താണ് സാധനം? ജമ്മു മുതക്കറോ ജമ്മു മുഅന്നസ് ഏതാണ്? ഓക്കെ, വെരി ഗുഡ്. നസിയലി സേത്ത് വഹദ മുഅന്നസ് ഹാദിർ അസ് നഫി ഫീലും മുദാരി മഅറൂഫ് ദമീർ ദറവ് അല്ലേ. അർത്ഥം ഓക്കെ അല്ലേ? എന്താണ് സിയത്ത്? ഇതൊരു വേർഡ് അല്ലേ. വഹദ മുഅന്നസ് സേത്ത് വഹദ മുഅന്നസ് ഹാദിർ സ്ഥലത്തുള്ള അസ് നഫി. ഇത് നഫിയിൽ നിന്നുള്ളതാണ്. ഫീൽ മുദാരി ഫീലാണ്. മഅറൂഫാണ്. മഅറൂഫ് പറഞ്ഞാൽ ആളറിയും. പിന്നെ ഓക്കെ. അപ്പൊ അതങ്ങനെ കഴിഞ്ഞില്ലേ. അപ്പൊ ലാത്തദിരിബീന പിന്നെ ലാത്തദിരിബാനി. അതിന്റെ സിഗ ലാത്തദിരിബാനി ഫീൽ മുദാരി മഅറൂഫ് അൻതുമ. ഓക്കെ. ഇനി അതിന്റെ എന്താ? അതിന്റെ ലാസ്റ്റ് അതെന്താ സംഭവം? എന്താ സാധനം? സിയത്ത് ജമ്മു മുഅന്നസ് ഹാദിർ അസ് നഫി ഫീൽ മുദാരി മഅറൂഫ് ദമീർ ദറവ് ബഹുവചനമായ സ്ഥലത്തുള്ള സ്ത്രീകളാണെങ്കിൽ ദമീർ അർജുനയാണ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞു. ഇപ്പൊ നമ്മള് എത്രണ്ണായി? 12 ഇന്നത്തെ ഏതാണ്? ലാദരിബ് എന്താ സാധനം? ഓക്കെ. പിന്നെ മറ്റേ അപ്പൊ ലായതിരിപ്പ് പറഞ്ഞതുപോലെ എല്ലാ ചെല്ലിയൊക്കെ
ഒരാളില്ല ഒരുത്തില്ല വർഷം പറ്റുമോ ഇല്ല അത് പറ്റുമോ ചെല്ലിക്കോളൂ لا يجلس يا يجلسان يا يجلسون لا تجلس لا تجلسان لا تجلسان يجلسان لا يجلسن لا تجلسان لا تجلس لا تجلسون അല്ല വഹദാൻ മുദക്കർ ഹാദറാണ് لا تجلسن لا يجلس لا يجلسان لا يجلسون لا تجلس لا تجلسان لا يجلسن പിന്നെ لا تجلس ഓർത്തിട്ട് പതുക്കെ لا تجلس അയ്യോ لا تجلسان لا يجلسن അത് കഴിഞ്ഞു അത് കഴിഞ്ഞു ഇന്നത്തെ لا تجلسين അല്ല അവിടെ തെറ്റിപ്പോയി لا അതായത് تجلس ലാ യജ്ലിസു ലാ യജ്ലിസാനി ലാ യജ്ലിസൂന ലാ തജ്ലിസു ലാ തജ്ലിസാനി ലാ യജ്ലിസ്ന അത് കഴിഞ്ഞു ആറ് കഴിഞ്ഞു ഇനി മുതൽ لا تجلس لا تجلس ثاني لا يجلس അല്ല മുതൽ لا تجلس ലാ തജ്ലിസൂന ശരിയാ മൂന്നാമത്തെ അല്ല لا تجلسون ലാ തജ്ലിസൂന لا تجلسين لا تجلسان لا تجلسن അയ്യോ لا تجلس ലാ لا തജ്ലിസു تجلس ലാ ചെല്ലോ അവിടെ ഓർമ്മിച്ചു ചെല്ലോ لا يجلس لا يجلسان لا يجلسون لا تجلس لا تجلسان لا يجلسن لا تجلس لا تجلسان لا تجلسون لا تجلسين لا تجلسان لا تجلسن لا يجلس ലാ നജ്ലിസു സിയ കേട്ടോ ലാ നജ്ലിസൂന സിയ سيرة وحدة ഞാൻ നെജിരിച്ചു ലാ നജ്ലിസൂന سيرة جمع متكلم അയ്യോ وزن في فعل مضارع معروف ضمير ضروري നഹ്നു ഓക്കേ ചെല്ലില്ലേ لا يجلس لا يجلسان لا يجلسون لا تجلس لا يجلس لا تجلسان لا يجلسن لا تجلس لا تجلسان لا تجلسون لا يجلسين لا تجلسين لا تجلسان لا يجلسن تجلسن لا يجلس لا نجلس ലാ യജ്ലിസൂന്റെ ജമ്മു മുഅന്നസ് ഹാദർ എന്തായിരിക്കും لا يجلسون لا ലാ യജ്ലിസൂന്റെ ജമ്മു മുഅന്നസ് ഹാദർ لا تجلس ലാ യജ്ലിസൂന്റെ ജമ്മു മുഅന്നസ് ഹാദർ لا تجلس لا يجلس تجلسن لا تجلسن لا يجلس ലാ അയ്വ ജമ്മു മുഅന്നസ് ഹാദർ لا يجلس ഇങ്ങനെ എല്ലാത്തിന്റെ അങ്ങനത്തെ ഉള്ളത്തല് നോക്കണം കേട്ടോ അതിനാകുമ്പോഴാണ് റെഡി ആവുക അപ്പൊ നമ്മളിപ്പോ അതിങ്ങനെ ഒന്ന് എന്താ വെച്ചാ നമ്മള് കണ്ടം കാട്ടി ഇനി മജൂരിക്ക് വരാം ഇതിപ്പോ നമ്മള് മാറൂഫിനെ നമ്മൾ എഴുതിയിട്ടുള്ളൂ പിന്നെ നെഫിന്റെ അക്ഷരം മുതാരിയിലും കടക്കൂലേ ഈ മാതന നടക്കൂലേ ഇല്ല മാത്രമേ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പൊ നമ്മള് മാറൂഫ് കഴിഞ്ഞു ഈ ലൂരിബയാണ് ലൂരിബക്ക് അതിൽ വേറെ വീട് പറഞ്ഞോളി കുത്തിബ ആ ചെല്ലുക്കി പ്രയാസം ഇല്ല അല്ലേ ഓക്കെ അപ്പൊ ഞാൻ ചെല്ലാൻ വരെ ചെയ്യാൻ മതി കുത്തിബ സി എന്താണ് മഴ മജൂരി കുറച്ച് സ്പീഡ് പോകാം പോലെ ഇങ്ങനെ പെരുകിട്ട് അപ്പോ അവിടെ അർത്ഥം നമ്മൾ എങ്ങനെ പറയാ എഴുതപ്പെടുകയില്ല അത് കുത്തിവ എഴുതപ്പെടും എഴുതപ്പെട്ടു ആരാണ് എഴുതിയതെന്ന് അറിയില്ല ആളെ നമുക്കറിയില്ല എങ്കിലും നമ്മളെന്ത് പറയും അവനൊരു പുരുഷൻ എഴുതപ്പെട്ടു എന്ന് പറയും നമ്മൾ കാരണം നമ്മൾ അങ്ങനെ പഠിച്ചു പോകണമെങ്കിൽ നമുക്ക് അച്ഛമ്മ ശരിയാവും മലയാളം തന്നെ പറയണേ അപ്പോ അങ്ങനെ ദൂരിപ്പ നമ്മളങ്ങനെ ചെയ്യും ദൂരിപ്പക്ക് അതിൽ കുത്തിപ്പയില്ലേ അല്ലേ കുത്തിപ്പന്റെ സിയത്ത് വഹദാൻ മുദക്കർ വായു ഫീൽ മാദി മജ്ഹൂൽ ഹുവ എഴുതപ്പെട്ടു അല്ലേ ഇനി അതിന് ബദൽ വേറൊരു വേർഡ് എന്തായിരിക്കും സുരിക സ്പീഡായില്ലേ അപ്പൊ അതില് പിന്നെ ജമ്മു മുദക്കർ വായിബ് എന്താ സുരിക്കന്റെ വായിബ് എന്താണ് സിയ
ഹോം അല്ലേ? അങ്ങനെ നിങ്ങൾ വ്യത്യസ്ത വേർഡുകൾ ഉണ്ടാക്കി ചെല്ലിക്കൊള്ളണം കേട്ടോ. ഇനി അതിന്റെ നഫി മാധുരിബന്റെ സിയാം എന്തായിരിക്കും? അപ്പൊ മാധുരിബയുടെ സിയാം ഓക്കെ. പിന്നെ മാധുരിബന്റെ വാദ മുഹന്നസ് വായിബ് എന്താ? മാധുരിബന്റെ മാധുരിബസ്. വെരി ഗുഡ്. അതിന്റെ സിയാ ഇത് ചെറിയ എന്താണ് സ്പീഡ് ആവാത്തോണ്ടുള്ള മാറ്റങ്ങളാണ്. പിന്നെ മാധുരിപ്പന്റെ നമ്മൾ പിടിച്ചു. ഇനി അതേപോലെ വേറെ വേർഡ് പറഞ്ഞോളി ഇഷ്ടമല്ലേ? കൊറേ വേർഡ് ഉണ്ടായിരുന്നല്ലോ. സുമിയ മാസുമിയ ജില്ലയ്ക്ക് യേശോസഭയല്ലേ നമ്മൾ നേരത്തെ പഠിച്ച്? ആദ്യം നമുക്ക് ഇങ്ങനെ ആക്കാൻ കഴിയുമോ? അല്ലേ? യേശോസഭ ചെല്ലാൻ പറ്റുമോ? അങ്ങനെ യേശോസഭ എന്നുള്ളത് ഉഴുസു ശിവ എന്നാവും. ചെല്ലാൻ ഗതികേടാവും അല്ലേ? സമിയ നമ്മള് പറഞ്ഞു, സുമിയ പറഞ്ഞു. ജലസന്റെ പറ്റും. പിന്നെ ആക്കലിന് ഉക്കിലായിക്കോട്ടെ. മാവുക്കില ഇതില് ഏറ്റവും വലിയ സുഖം എന്താ വെച്ചാൽ ഏത് വേർഡാണെങ്കിലും അറബി പഠിക്കാത്തവന് എല്ലാ വേർഡും പോയി ചോദിക്കേണ്ടി വരും. നമ്മൾ ഈ 8 അക്ഷരം പഠിച്ചു വെച്ചാല് ഏത് വേർഡ് തലകുത്തി മറിഞ്ഞു വന്നാലും നമുക്കത് നമ്മളെ കണക്കിൽ അർത്ഥം അപ്പൊ അങ്ങനെ വരും ഇൻഷാ അല്ലാഹ്. പിന്നെ യുദറബു. ഇപ്പൊ നമ്മള് മഅറൂഫ് മാദിയും മഅറൂഫ് മുദാരിയും പഠിച്ചു. അതിന് നഫി പഠിച്ചു. പിന്നെ മജ്ഹൂല് മാദിയും പഠിച്ചു, മജ്ഹൂല് മുദാരിയും പഠിച്ചു, അതിന്റെ നഫിയും പഠിച്ചു. ഈ യുദറബിയല്ലേ? യുദറബു അവിടൊക്കെ തെറ്റിയവർ ആണോ? വായിബല്ലേ? ഈ തസ്നിയ മുതക്കർ വായിബ് വാഹിദ മുഹന്നസ് വായിബ് തസ്നിയ മുഹന്നസ് വായിബ് ജമു മുഹന്നസ് വായിബ് വാഹിദ മുതക്കർ ഹാദിർ. ഓക്കെ അല്ലേ? തസ്നിയ മുതക്കർ ഹാദിർ, ജമു മുതക്കർ ഹാദിർ, ജമ്മു മുതക്കർ ഹാദിർ, ജമ്മു മുതക്കർ ഹാദിർ തുദറബൂന. ഇനി വാഹിദ മുഹന്നസ് ഹാദിർ, വാഹിദ മുഹന്നസ് ഹാദിർ, തുദറബീന. തസ്നിയ മുഹന്നസ് ഹാദിർ, ജമു മുഹന്നസ് ഹാദിർ, واحدة المتكلم حاضر، واحدة متكلم تسنية متكلم نضرب. هذا من عند കുറച്ചൊന്ന് പതുക്കെയൊക്കെയാണ് അത് സംഭവം ഈ മുദാരി ആവുമ്പോൾ മുദാരി നമ്മളുടേത് ഇത് നമ്മൾ സ്പീഡാക്കി പഠിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോ ഇതിനതിന്റെ പരിക്ക് അതാണ് ഈ സംഭവിക്കുന്നത്. ഇത് നമ്മള് സ്പീഡ് പഠിച്ചു, ഇത് നമുക്ക് തെറ്റിയിട്ടില്ല, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ സ്പീഡ് കൊണ്ട് ഇതിന് പരിക്ക് വരും. അത് രണ്ട് ജോഡി രണ്ടും ഒരേ സ്പീഡിലായി കിട്ടാത്തതുകൊണ്ടാണ് പ്രശ്നം, മനസ്സിലല്ലേ? അപ്പൊ ഇത് നമ്മള് മനസ്സിലിങ്ങനെ ഓർമ്മ ഉണ്ടായാൽ മതി. ഇവിടെ റായിന് 10 കാരണം
റായില് ഫതഹായിരിക്കുന്ന ഓർമ്മ ഇങ്ങനെ ശ്രദ്ധയിലുണ്ടായാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മജൂലാവുമ്പോ പത്ത് ഉണ്ടാവുന്നുള്ള ഓർമ്മ ഉണ്ടാവും. അപ്പൊ യുദറബ് യുദറബാനി യുദറബുന തുദറബു തുദറബാനി യുദറബുന തുദറബു തുദറബാനി തുദറബുന തുദറബീന തുദറബാനി തുദറബുന ഉദറബുന ഉദറബു. പക്ഷെ ചെല്ലുമ്പോ എനിക്ക് തന്നെ പ്രയാസം വരുന്നുണ്ട്. അങ്ങനെ ചെല്ലുമ്പോ അത് എല്ലാവർക്കും പ്രയാസം ഉണ്ടാവും. ആ സ്പീഡ് കിട്ടൂല. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങളത് സ്പീഡാക്കിയോ യുദറബ് യുദറബാനി. അതുപോലെ ഗതികേടില്ലാത്ത വീടുണ്ടാവും. അപ്പൊ യുഫ്താവു വലിയ യുറബോല് അത്ര ഗതികേട് ഉണ്ടാവില്ല. യുഫ്താവു വലിയൊക്കെയാണ് തുഫ്താവു തുഫ്താനി യുഫ്താന തുഫ്താവു തുഫ്താനി തുഫ്താവുന തുഫ്തൈന തുഫ്താനി തുഫ്തൈന ഉഫ്താവു തുഫ്താവു. ആ യന്ത്രൂന്റെ അത്ര ഗതികേട് വരില്ല. ആ അതാണ് പ്രശ്നം. പിന്നെ മാത്രമല്ല വാദ് ഉച്ചാരണം അറബികൾക്കാണ് മര്യാദ കഴിയുള്ളൂ തന്നെയാണ്. വാദ് എന്നുള്ള അറബ് അറബ് ലോകത്തിന് മര്യാദക്ക് ഉച്ചരിക്കാൻ കഴിയുള്ളൂ. നമുക്കത് തിക്കൽ തന്നെയാണ്. അപ്പൊ യുദറബ് വന്നു. ഇനി ലാമ് കിട്ടിയാല് ലായുദറബ് വെക്കാണ് അപ്പൊ ഇങ്ങനെ ഇത് നിങ്ങൾക്കൊക്കെ ഇതിന്റെ ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ട്. സ്പീഡ് ആവാത്ത പ്രശ്നമാണ് മനസ്സിലല്ലേ? പക്ഷെ അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇത് സ്പീഡ് ആക്കണം. അറിയാത്ത ആളുകൾ ഇത് എഴുതിയെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആരെങ്കിലും ചെല്ലണം. ആ ഏത് ഏതിനാണ് വേണ്ടി നിങ്ങളെ വാട്സപ്പിൽ ഇപ്പോൾ പറഞ്ഞിട്ടാലും മതി. അല്ലെങ്കിൽ ഈ ക്ലാസ് എന്താ മുടക്കരുത്. ക്ലാസ് ഒന്ന് മുടങ്ങിപ്പോയി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതിലിപ്പോ അപ്പൊ കേറി വന്നു അല്ല എഴുതണോ? അത് എഴുതണോ? ഏതിന്റെ ഈ ലായുറബിന്റെ അതോ ലായുറബോ ഏതാണ് ഇതിന്റെ ഇത് ഞാൻ അങ്ങനെ ഓർത്തില്ല. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ് തന്നെ വരണ്ടായിരുന്നു തോന്നി. ഇത് കൂടുതൽ നമ്മള് പഠിക്കാനേ ചെല്ലി പഠിക്കേണ്ടതിന് മാർഗുള്ളൂ. പിന്നെ എന്താ വെച്ചാല് ഇത് 8 വേർഡല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ കണക്കൂട്ടി ഈ 8 വേർഡിന് വേണ്ടിയിട്ട് നമ്മള് ഇതെന്താ ചെയ്യേണ്ടത്? ഒരു നേരം ഒരു 3 മണിക്കൂർ നമ്മള് 3 മണിക്കൂറായിട്ട് ഇരുന്നാണ് പഠിച്ചോണ്ട് പോയി. അതുകൊണ്ട് കാര്യമില്ല. രാവിലെ ഒരു 10 മിനിറ്റ് ചെല്ലി നിർത്താം. ഉച്ചക്ക് ഒരു 10 മിനിറ്റ് ഇല്ല. അസറിനും ചെയ്യില്ല. അപ്പോഴാണ് ഇതൊക്കെ എന്താ ഒരു 30 മിനിറ്റ് നേരം ഉപയോഗിച്ചാൽ മതി. മറ്റേ സ്ഥാനത്ത് അപ്പോ സംഭവം മനസ്സിലായില്ലേ? വ്യത്യസ്ത സമയത്ത് ചെല്ലിയാൽ മതി. തുതറബാനി തുതറബിന പിന്നെ അതാണ് ഇനി വേണ്ടത്. അവനൊരു പുരുഷനെ അടിക്കപ്പെടൂല. അവനൊരു പുരുഷനെ അടിക്കപ്പെടൂല. അവനൊരു പുരുഷനെ അടിക്കപ്പെടൂല. മജ്ഹൂലാവുമ്പോ ആരാണോ അടി കൊണ്ടത് ഓനെ നമ്മളവിടെ കരുതണം. കൊത്തില അവൻ കൊല്ലപ്പെട്ടു. അവനെ കൊല്ലപ്പെട്ടു. കുത്തില സെയ്ദിനെ വധിക്കപ്പെട്ടു എന്നാണല്ലോ. അപ്പൊ സെയ്ദിനെ പറഞ്ഞെങ്കിൽ പക്ഷെ നമ്മുടെ ആശയം ശരിക്ക് ഉണ്ടാവണം. ആളെന്താവണം? മഫൂലിന്റെ ആശയത്തിൽ ഉണ്ടാവണം. മുഹമ്മദ് കുത്തില സെയ്ദുൽ
കുത്തിലെ സെയ്ദും മുഹമ്മദ് എന്ന് പറയാൻ പാടില്ല എന്ന് ഇവിടെ പഠിച്ചു. കുത്തിലെ സെയ്ദുൻ. കുത്തിലെ സെയ്ദുന്നേ പറയണം. ആ, അതെ, അതെ. പിന്നെ മൂന്നെണ്ണം മഫൂല് വരുമ്പോ നമ്മൾ എങ്ങനെ പറയാ? ഫീലും ഫായിലും ഉണ്ടോ? മഫൂല് വരുമ്പോ കുത്തിലേക്ക് ബദലും കത്തല സെയ്ദ്. അതെ, അതെ. അത് നമ്മള് അതെ, നമ്മൾ ആ ഫീലാണ് റെയിൽവേ കയറാൻ വേണ്ടി കട്ട് ചെയ്തിരുന്നത്. അപ്പൊ ഏതായിരുന്നാലും പിന്നെ ഇങ്ങനെ പോകുന്നു അല്ലേ? ഇതില് അവ്യക്തത തോന്നുന്നുണ്ടായിരിക്കെങ്കിലും ഇല്ലല്ലോ. ലാ യുദ്റബു എന്നുള്ള ഇതിന്റെ സിഗ പറയാണ്, അവനൊരു പുരുഷനെ അടിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ അവനൊരു പുരുഷൻ അടിക്കപ്പെടുകയില്ല. എന്നാൽ ലാ യുദ്റബുവിന്റെ അർത്ഥം നമ്മൾ പറയുന്നത് പിന്നെ അതേ സ്ഥാനത്ത് ഇതാകുമ്പോഴോ അവനൊരു പുരുഷൻ കേൾക്കൂല അല്ലേ? ലാ യസ്മഊ എന്ന് പറയുമ്പോ അവരാരും കേൾക്കൂല. ഇവിടെ ഇനി നമ്മൾ ഇതിന്റെ സേവ ഇത് കേട്ടിട്ടില്ല എന്നല്ല, കേട്ടില്ല. അതാണ് ലംബിലാണ് അത് കയറിയതാണ്. തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇവിടെ ആയാണ്. ഞങ്ങൾ ലംബ് കഴിഞ്ഞ ചെക്ക് അതല്ല സാർ എന്താണോ ലംബമെന്ന് കൂടി ഇത് അപ്പോ ഇതിന്റെ സീ കഴിഞ്ഞു. ലായുറബുവിന്റെ സിയത്ത് വഹദാൻ മുദക്കർ വായിബ് അസ് നഫി ഫിയലില് ലമീർ ദറവ് ഹുവ. ഓക്കേ, അപ്പൊ ഇനി അതിന്റെ തസ്നിയ ഈ യുദറബാനി, യുദറബു യുദറബാനി. അതിന്റെ തസ്നിയുടെ സീ എന്തേക്കാരം? നിങ്ങളെങ്ങനെ ഹാജരാക്കി യാല്ലേ? പറയട്ടോ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ വായിബ് തസ്നിയാണ്. ലാ യുദറബുവിന്റെ അവിടെ വാഹിദ് അത് കഴിഞ്ഞു. പിന്നെ ലാ യുദറബാനി പറയുമ്പോ സിയത്ത് തസ്നിയ മുദക്കർ വായിബ് ഫിഇല് ളമാരി മജ്ഹൂൽ ലമീർ ദറബ് ഹുമാ. അത് ഒരു സ്പീഡാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ബഹുവചനം എന്താ? അതിന്റെ സീഗ അപ്പൊ നമ്മളിങ്ങനെ പറയും. ഇത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതാണ് ജമ്മു മുഅന്നസിന്റെ അല്ലേ? ഇപ്പൊ പറഞ്ഞ എന്തിന്റെ സീഗാണ്? ഇപ്പൊ നമ്മള് ജമ്മു മുദക്കറിന്റെ സീഗ. അപ്പൊ ലാ യുദറബൂന അല്ലേ? ഇതല്ലേ ജമ്മു മുദക്കർ അല്ലേ? അപ്പൊ ഇത് നമ്മൾ പറയാം എന്താണ്? ഇത് ബഹുവചനമാണ്. അതിനല്ലേ നമ്മള് പറയാം ഇത് ബഹുവചനമാണ്. പിന്നെ മജ്ഹൂലാണ്. മജ്ഹൂല് പറഞ്ഞാല് കർത്താവിനെ അറിയപ്പെടാത്തതാണ്. പിന്നെ നഫിയാണ് എന്ന് പറഞ്ഞാല് അനുവാദക്രിയല്ല, ചെയ്തില്ല എന്നാണ്. പിന്നെന്താണ്? മുദാരിയാണ്. മുദാരി എന്ന് പറഞ്ഞ സാധനം വർത്തമാനകാലത്തിലും പറ്റും ഭാവി കാലത്തിലും പറ്റും. പിന്നെ മജ്ഹൂലാണ് അല്ലേ? ലമീർ എന്നാണ് ഇതില്. ലമീർ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം സർവനാമം അല്ലേ? അങ്ങനെയാണ് അല്ലേ? അപ്പൊ ഇതിന്റെ പേരാണ് ഇങ്ങനെ യുദറബു അല്ലെങ്കിൽ യുദറബൂന എന്ന് പറയില്ല. അടിക്കപ്പെടും അല്ലെങ്കിൽ അടിക്കപ്പെടൂല എന്നൊക്കെ പറയില്ല. ഇങ്ങനെ മജ്ഹൂൽ പ്രയോഗം നടത്തുമ്പോ അതിന് കർമ്മണി പ്രയോഗം എന്ന് പറയും. അത് സ്ഥാനത്ത് ഇത് എതിരിബു ലായതിരിബു പറയുമ്പോ കർത്തരി പ്രയോഗം എന്ന് പറയും. കർത്താവ് ഇവിടെ ചെയ്ത ആളുണ്ട്, ഇവിടെ മറ്റോടത്തോടെ ചെയ്ത ആളില്ല, കർമ്മം മാത്രമേ ഇവിടെ കാണുള്ളൂ കേട്ടോ. മജ്ഹൂലും മഅറൂഫും. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയപ്പെടാത്തത്, മഅറൂഫ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയപ്പെടാം. അപ്പൊ ഇവിടെ കർത്തരി എന്ന് പറഞ്ഞ കർത്തരി പ്രയോഗം എന്ന് പറയാം. അല്ല, അതിനേക്കാൾ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് അറബി പറഞ്ഞാൽ ഇവിടെ ആശയത്രേ ഉള്ളൂ. കർത്താവിനെ അറിയപ്പെടൂല, ഇവിടെ കർത്താവിനെ അറിയപ്പെടൂ കേട്ടോ. ഓക്കെ, പിന്നെ അപ്പൊ ഇനി ഇതില് സ്ത്രീലിംഗത്തിന്റെ ഏകവചനം ഇതില് ലാ യുദ്റബൂന ലാ തുദ്റബു ശരി. ഇത് ലാ യുദ്റബു ലാ യുദ്റബാനി ലാ യുദ്റബൂന ലാ തുദ്റബു ലാ തുദ്റബാനി
അങ്ങനെ ലായുദ്രീബിന. ലായുദ്രീബിന. അനുവർഷം എന്താ പറയുന്നത്? എന്തായാലും കുഴപ്പമില്ല. യുദറബിന. ഓക്കെ. ലായുദറബിന. ഏത് സ്ത്രീലിംഗത്തിന്റെ ബഹുവചനം അനുവർഷം ശ്രദ്ധിച്ചു കേട്ടോ. ഇത് ഏകവചനത്തിന്റെ പുല്ലിംഗത്തിന്റെ ബഹുവചനാണ്. പുല്ലിംഗം എന്താണ്? ലായുദറബു. അതിന്റെ ബഹുവചനം ലായുദറബൂന. സ്ത്രീലിംഗം എന്താണ്? ലാ തുദറബു. ആ സ്ത്രീലിംഗത്തിന്റെ ബഹുവചനം വായുവായിട്ട് വരുമ്പോ ലായുദറബിന. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ലായുദറബിന്റെ സീഗ എങ്ങനെയാ പറയാ? ഓക്കെ. പിന്നെ ഇത് കഴിഞ്ഞ് ഇനി ലായുറബൂന അല്ല, അപ്പൊ അത് നമ്മള് നേരത്തെ ലായുറബൂന ആക്കി വെക്കാം. ഇനി ഇതിന്റെ വഹദാൻ മുഅന്നസ് ഹാദിർ എന്താ? ഇതിന്റെ വഹദാൻ മുഅന്നസ് ലാ തുദറബു. വെരി ഗുഡ്. ഓക്കെ അല്ലേ? ലാ തുദറബു അല്ലേ? വഹദാൻ മുഅന്നസ് ഹാദിറും വഹദാൻ മുദക്കർ ഹാദിറും സെയിം ആണോ? ആണോ? ഞാൻ ഇതിന്റെ വഹദാൻ മുഅന്നസ് ഹാദിറാണ് ചോദിക്കുന്നത്. ഈ വഹദാൻ മുഅന്നസ് ഹാദിർ അതാ അതാ ഇത് കഴിഞ്ഞു. ഇതിപ്പോ നമ്മള് ലായുറബൂന, പിന്നെ ലായുറബാനി അത് നമ്മള് പറഞ്ഞു കഴിഞ്ഞു പോയി. എന്നിട്ട് പിന്നെ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മള് മുദക്കർ ഹാദറാണ് നമ്മള് പറയാ. അബദ്ധത്തിൽ ഒരാൾ വഹദാൻ ഹാദർ ചോദിച്ചാൽ നമുക്ക് അതിന് വരണം. നമ്മള് റൂട്ടിൽ ഇങ്ങനെ ചെല്ലിപ്പോവും. അത്തയ്യാത്ത് സ്പീഡിലും ചെല്ലാൻ പോകും. അത് സ്ഥാനത്ത് പതുക്കെ അതെന്താ വെച്ചാല് ഇത് ആകെ 8 വേർഡല്ലേ ഉള്ളൂ. അപ്പൊ ഈ 8 വേർഡുകളെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ തെതുക്കിക്കാക്കാം എന്ന് പറഞ്ഞാല് മുന്നേക്കും കെട്ടുവാക്കാൻ പറ്റും. ഇത് മനസ്സിലായില്ലേ? അപ്പൊ ഇത് വെച്ചാല് ഇത് ശരിയാക്കാം. ശ്രദ്ധിക്കും. അപ്പൊ നമ്മള് പിന്നെ യുദറബാനി യുദറബൂന പോയി. ലായുദറബാനി പോയി. പിന്നെ ലാത്തുദറബാനി ലായുദറബിനെ നമ്മള് പറഞ്ഞു വെച്ചു. പിന്നെ നമ്മള് പുല്ലിംഗത്തിന്റെ സ്ത്രീലിംഗാകുമ്പോ ലാത്തുദറബീനന്റെ സി എന്താ പറയാ? ലാത്തുദറബീനന്റെ സി എങ്ങനെയാ? ഫീൽ ഏതാണ്? മാതിയാണോ എന്തെങ്കിലും? അപ്പൊ അത് ഒറ്റൊന്നും കൂടെ എടുത്തിട്ട് അപ്പൊ ഒന്നും കൂടി പറഞ്ഞു നോക്കി. സിയത്ത് ഓക്കെ. നീ അതിന്റെ പിന്നെ തസ്നിയാമാന്റെ സഹാദർ എന്താ? തസ്നിയാമാന്റെ സഹാദർ ഓക്കെ അല്ലേ? നമ്മളെ അതിന്റെ അർത്ഥം എന്താ? ലാത്തുറബാനി എന്ന് പറയുമ്പോ അടിക്കപ്പെടൂല. നമ്മള് ലമ്മ ഇപ്പയാണ് പെട്ടില്ല എന്നല്ലോ. അത് അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ ലാത്തുറബാനി കഴിഞ്ഞു. നീ എന്താ ഉള്ളത്? തുദറബിന. എന്താണ് സംഭവം? നിങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോ ജമ്മു മുഅന്നസ് ഹാദിർ എന്ന് പറയുന്നത് കേട്ടോ. ഈ വേർഡ് എന്താ? അപ്പൊ എന്താ പറയാ? ഇത് വഹദാൻ മുഅന്നസ് വഹദാൻ മുദക്കർ വായിബാണ്. ഇത് അതന്നെ. ഇത് മുസ്ബത്താണ്, ഇത് നഫിയാണ്. അങ്ങനെ വരും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ ലാ യുദറബൂന്റെ പിന്നെ ജമ്മു മുഅന്നസ് ഹാദിർ എന്താന്ന് ചോദിക്കണം. വെരി ഗുഡ്. അങ്ങനെ തന്നെ അതിന്റെ അർത്ഥം. ലാത്തുറബൂന്റെ അർത്ഥം നിങ്ങൾ കുറെ സ്ത്രീകൾ അടിക്കപ്പെട്ടിട്ടില്ല.
അതിൽ ലംബ് കൂടി. അല്ല അടിക്കപ്പെടൂല. അത് കഴിച്ചതിലെ മരിക്കാണ്. ഈ ലംബ ഇതിന്റെ മുമ്പ് ക്ലാസ് അല്ല ഞാൻ ഇത് ചെയ്തു തരുമോ പഠിച്ചു എന്നുള്ള നിലക്ക് ലംബ് കിടന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലായി. സംഗതി എല്ലാവർക്കും തരുന്നുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യും അറിയാതെ നീക്ക് ഇല്ല കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഇതിമ്മ മാത്രം നിർത്തിയത്. ലംബ് കാരണം എന്താ ഇനി പറയാതെ തന്നെ ലംബ് കയറി കിട്ടും. പറയാതെ തന്നെ ലംബ് ഓക്കെ ആയല്ലോ. ഓക്കെ. പിന്നെ അപ്പൊ ഇനി ലായുറബുവിന്റെ ഈ ലായുറബുവിന് അതേപോലെ ഇപ്പൊ ഞാൻ ജമ്മു മുഹന്നസ് ഹാദിർ പറയാന്നല്ലോ ഞാൻ പറഞ്ഞേ. ലായുറബുവിന്റെ ജമ്മു മുഹന്നസ് ഹാദിർ പറയാന്നല്ലോ. അതുപോലെ അതിന്റെ തൊട്ടപ്പുറത്തുള്ള എന്താ നീ പറയേണ്ടത്? എന്ത് മുത്തകല്യം? അതിന്റെ ലായുറബുവിന്റെ അതാമത്തെ കല്യം എന്താ? അപ്പൊ സിയത്ത് വഹദാൻ മുത്തക്കല്ലിം അത് നഫി ഫീല് മുളാരി മജ്ഹൂൽ ദമീർ ദറബ് ആന അല്ലേ? ഓക്കെ അല്ലേ? അർത്ഥം എന്താണ് നമ്മൾ പറഞ്ഞത്? ഞാൻ അടിക്കപ്പെടൂല. നമ്മളെന്തൊരു കുട്ടി തൊടൂല എന്നാണ് അങ്ങനെ ആശയിക്കാം. പിന്നെ ലാവുറബു പിന്നെന്താണുള്ളത്? അതെ അതിന് നമ്മളെന്താ പറയാ? ജമ്മു മുത്തക്കല്ലിം അല്ലെ? അതിന്റെ സിയത്ത് തസ്നിയ ജമ്മു ഇതിന് മുതക്കറുണ്ടോ? അപ്പൊ സീല് മുതക്കറിയല്ല. പെണ്ണ് പറയാന് പെണ്ണ്, ആണ് പറയാന് ആണ്. അപ്പൊ സിയത്ത് തസ്നിയ ജമ്മു മുത്തക്കല്ലിം അത് നഫീഫില് മുളാരി മജ്ഹൂൽ ദമീർ ദറബ്. അതെ അതെ. അപ്പൊ ഇങ്ങനെയായി. അപ്പൊ ഓരോ വേർഡുകളും ഇത് സ്പീഡായിട്ട് ചെല്ലുകയും അതിന്റെ സീക പറയുകയും അതിന്റെ അർത്ഥം പറയുകയും ചെയ്യാം. അപ്പൊ സീക നിങ്ങൾ എഴുതിയിരിക്കേണ്ടതുണ്ടോ? എല്ലാം എഴുതിയെടുത്തിട്ടില്ലേ? അനുവർഷത്തെ കിതാബുണ്ടല്ലോ, അത് കറക്റ്റ് ആണ്. സീ ഓക്കെ. അപ്പോ അല്ല ഇതെന്താ രാവിലെ മെനക്കെട്ടെ സുബീസ് കേട്ടിട്ട് കുറച്ച് സമയം തന്നെ അല്ല അത് ഓക്കെ. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഇവർക്ക് ഇത് റെഡിയാണ്. സംഗതി എല്ലാവരും സംഭവം മനസ്സിലായിട്ടുണ്ട്. കറക്റ്റ് എഴുതി തരും ഒക്കെ ചെയ്യൂലേ. പക്ഷെ സ്പീഡായിട്ടില്ല. തലച്ചോറിലും നാവിലും അല്ല ഇത്രയും കാലത്തിനടുത്ത് ഇപ്പൊ കുറച്ചൊക്കെ തടസ്സപ്പാണ്. പെട്ടെന്ന് ചോദിച്ചാൽ അറബി ക്ലാസ് എപ്പം പങ്കെടുക്കുന്നതിന് ഇനി നമ്മള് ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മള് ലംബക്ക് കടന്നാല് ഇതിന് പരിക്ക് പറ്റുമെന്ന് തോന്നി എനിക്ക്. അപ്പൊ ഞാൻ അതുകൊണ്ടൊന്നും പോയില്ല. അപ്പൊ നിങ്ങള് ഈ അടുത്ത ആഴ്ച വരുമ്പോഴേക്ക് ഇത് സ്പീഡാക്കാൻ കഴിയുമോ? ശരിക്കും എന്താ വെച്ചാല് ഒരു ദിവസത്തില് നമ്മൾ നിസ്കരിക്കുന്ന സമയം ഉണ്ടല്ലോ 5 നേരം എന്നതുപോലെ വ്യത്യസ്ത സമയങ്ങളിൽ ഇത് ചെയ്താലേ അതെ വ്യത്യസ്ത സമയങ്ങളിൽ ഇത് ചെയ്താലേ കിട്ടുള്ളൂ. നമ്മൾ ചിലപ്പോ നമ്മൾ ഒരു 5 മണിക്കൂർ ഇരുന്ന് പഠിക്കാന്ന് വിചാരിച്ചാൽ ബാക്കി പിന്നെ 19 മണിക്കൂർ കൊണ്ട് ഇത് മറക്കും. ആ സമയത്ത് രാവിലെ 10 മിനിറ്റ് ഉച്ചക്ക് 10 മിനിറ്റ് ഇങ്ങനെ ആകുമ്പോ അത് ലെവലിൽ കിട്ടുകയും ചെയ്യും. പിന്നെ സമയത്ത് 9:50 ആയില്ലേ? ഓക്കെ അവസാനിപ്പിക്കല്ലോ അല്ലേ? നിങ്ങൾ അല്ല നിങ്ങൾ ആ പുസ്തകം അണ്ടർലൈൻ ചെയ്തോ? കുറച്ചാണ്